കുടുംബത്തിൽ ആത്മീയ ശൂന്യത വരുമ്പോ, ആത്മീയമായ കുഴികൾ രൂപപ്പെടുമ്പോ, എൻ്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആത്മീയ കാര്യങ്ങളോട് വിമുഖത കാണിച്ച് താല്പര്യമില്ലാതെ മാറി നിൽക്കുമ്പോൾ ആ ശൂന്യത നികത്താൻ നിന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കാത്ത നിമിഷങ്ങളിലും അവന് വേണ്ടി പ്രാർത്ഥിച്ചും, അവൻ പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാത്ത സാഹചര്യങ്ങളിലും അവന്റെ സ്ഥാനം നീ എടുത്ത് അവന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നികത്തണം. എന്താണോ നീ നിന്റെ ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും നീ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് വേണ്ടി നീ ചെയ്യണം. ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു എന്നും വീട്ടുകാർക്ക് താല്പര്യമില്ല, നോ പ്രോബ്ലം, വിട്ടേര്. നീ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോ, നീ പ്രാർത്ഥിക്കാൻ വരുമ്പോ, നീ നിനക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ പ്രാർത്ഥിക്കാൻ മറന്നുപോയ, സ്തുതിക്കാൻ മറന്നുപോയ, ഇന്നലകളിൽ സ്തുതിക്കാതിരുന്ന എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കൂടി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.